നമുക്കിന്ന് ഈവനിങ് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഗസ്റ്റിന് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ക്യൂട്ട് ഗിഫ്റ്റ് ആണ് ഇത്. ആളാരാന്നല്ലേ, ദാ ഈ വരുന്ന ആളാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ബേബി സെറ്റിംഗ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മളുടെ ഫ്രണ്ട് ആയിട്ടുള്ള അയ്യപ്പൻ ചേട്ടൻ്റെ രേവതി ചേച്ചിയുടെ മോളാണ് വാസുകി അഥവാ വാസു. ഈ വർഷത്തെ വാലന്റൈൻസ് ഡേ അവർക്ക് ഒന്നിച്ച് ജിമ്മിൽ സ്പെൻഡ് ചെയ്യണമെന്നൊരു ആഗ്രഹം. അപ്പോൾ മോളെ ഞങ്ങളുടെ അടുക്കലാക്കിയിട്ട് അവർ ജിമ്മിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വാസുവിനെ ഇവിടെ ആക്കിയിട്ട് വാസുവിൻ്റെ അച്ഛനും അമ്മയും പോയിട്ടുണ്ടായിരുന്നു. അവർ പോകുന്ന കാണുമ്പോൾ കരയുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ ഒരു കരച്ചിലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ മേടിച്ച് വെച്ചിരുന്ന ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച അവൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഒത്തിരി അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവൾക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവളങ്ങനെ ട്രബിൾ മേക്കിംഗ് കിഡൊന്നും അല്ല, പക്ഷെ എന്നാലും ഞങ്ങളുടെ ഒരു സമാധാനത്തിന് അവളുടെ ഫേവറേറ്റ് ടോയ്സ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ചേച്ചിയോടും ചേട്ടനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ആൾ കുറച്ചുകൂടി ഡബിൾ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫ്രൈഡേ ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാനൊരു 4 മണിയാകുമ്പോൾ എൻ്റെ വർക്കൊക്കെ ഫിനിഷ് ചെയ്യായിരുന്നു. പിന്നെ വിശാഖിനാണേലും ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വർക്ക് ഫിനിഷ് ചെയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഇവളുടെ കൂടെ കളിക്കാനൊക്കെ കുറേ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവളും ഹാപ്പിയായി, നമ്മളും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1 hour കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ജിമ്മിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ക്വിക്കായിട്ടുള്ളൊരു ബേബി സിറ്റിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്ന് നമ്മുടെ 14th February വാലന്റൈൻസ് ഡേ അന്ന് നമ്മുടെ വാസുവിൻ്റെ അച്ഛൻ്റെ, അതായത് അയ്യപ്പൻ ചേട്ടൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പം ഞങ്ങളൊരു സർപ്രൈസ് ആയിട്ടൊരു കേക്കൊക്കെ അറേഞ്ച് ചെയ്തു. ചേട്ടൻ ഭയങ്കരമായിട്ട് ഹാപ്പി, അതുപോലെ തന്നെ സർപ്രൈസ്ഡും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഭയങ്കര സന്തോഷമുള്ളൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ. അവരും ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. പിന്നെന്താ, അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അതിനിടയ്ക്ക് പാട്ടൊക്കെ വെച്ച് കൊടുത്ത് വാസുവിനെ ഒന്ന് ഡാൻസൊക്കെ കളിപ്പിച്ചു. വാസു ഭയങ്കര ഹാപ്പിയായി. പിന്നെ അവൾക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കുറച്ച് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇത് ഏകദേശം ഒരു 7:30 ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഉറക്കമൊക്കെ വന്നു തുടങ്ങി. എന്നാലും പുള്ളിക്കാരത്തി ഓക്കെ ആയിരുന്നു കേട്ടോ. മാക്സിമം അവളെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബേബി സിറ്റിംഗ് സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബേബി സിറ്റിങ്ങിൽ കാണാം. അതുവരേക്കും ടാറ്റ.